Hello, dear students. Today we will be discussing on the last topic of our ARR calculation, that is the ARR calculation when the depreciation is calculated on a written down value basis. So there are two methods of calculating our ARR. First one, where the depreciation is calculated on straight line method, and the second one, depreciation is calculated on uh, the written down value method. So here the concept is we will have a separate calculation when we consider the depreciation as written down value. In all other cases, we are just assuming that the depreciation will be done in the straight line basis. And we know when we are considering the accounting profit, the depreciation is an important criteria, because the profit which we are calculating will be after our depreciation and after our taxes. So the depreciation value here is very important. So that's why there will be a difference in treatment when we go ahead with the depreciation is calculated under written down value. So here always the depreciation value keeps on changing from year to year. That is why the beginning value and the ending value will be different for different years. അല്ലേ, നമ്മൾ നേരത്തെ അത് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. Under written down value method, always the depreciation is calculated on the written down value. അതായത് ഒരു ഇയർ എൻഡിങ്ങിൽ ഏത് വാല്യൂ ആണ് വരുന്നത്, ആ വാല്യൂവിന്റെ ബേസിസിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇവിടെ എന്തിന് ചേഞ്ച് ഉണ്ടാവും, നമ്മുടെ പ്രോഫിറ്റ് വാല്യൂസിന് ഒരു അൺഎക്സെപ്ഷണൽ ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? ഒന്ന്, ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, രണ്ട് അതിന്റെ ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ കേസിൽ ഉദ്ദേശിക്കുന്നത് ദി ഓപ്പണിംഗ്. അതായത് ഓരോ വർഷവും ഇത് മാറിക്കൊണ്ടിരിക്കും അല്ലെ, അതായത് അതിന്റെ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞ് ഏത് വാല്യൂ ആണ് വരുന്നത് അത് ക്ലോസിംഗ് ആയിട്ട് വരും, ആ വാല്യൂ പിറ്റത്തെ വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് വരും. അപ്പം അത് ഡിഫറെന്റ് ഇയേഴ്സിൽ ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ വാല്യൂസും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, the denominator only will have the change, the numerator will not have any change. The denominator is our average investment, and here the average investment is calculated by using the formula half of the initial investment plus the closing investment. It is better, so we can use, instead of initial we can use opening. So നമുക്ക് ഇതായിരിക്കും അതിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെർമിനോളജി എന്ന് പറയുന്നത്, ഹാഫ് ഓഫ് ദി ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ദി ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെന്റ്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് വാല്യൂ കിട്ടുന്നത്, ദി റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മുടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ ഏത് ചേഞ്ച് വന്നാലും, നമ്മൾ നേരത്തെ അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ കണ്ടതാണ്. ഏത്, ദർ ക്യാൻ ബി അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ, ദർ ക്യാൻ ബി ദ കോൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ചാർജസ്, or there can be the concept of salvage value. ഇവർ ഇങ്ങനത്തെ അഡീഷണൽ ആയിട്ട് എല്ലാ കോൺസെപ്റ്റ്സും വരുമ്പോഴത്തേക്കും നമുക്ക് ചേഞ്ച് വരുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിന് മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്റർ സ്റ്റിൽ റിമെയിൻസ് ദി സെയിം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡിനോമിനേറ്റർ വാല്യൂസിനായിരിക്കും എപ്പോഴും ചേഞ്ച് വരുന്നത്. ആ ചേഞ്ചിന് ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ബേസിക്കലി ഓരോ ARR കാൽക്കുലേഷനിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് ദി കോൺസെപ്റ്റ്. ദി ന്യൂമറേറ്റർ, ദി ആവറേജ് annual profit after tax still remains the same, but the change goes with the denominator, that is our average investment. Here the average investment can be calculated by using the formula half of the opening investment plus our closing investment. Is it clear? Now we will be doing one question regarding this. അല്ലെങ്കിൽ നമുക്കൊരു 90% പോസിബിലിറ്റി സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ വരാനാണ്. ഇനി ഒരു 10% പോസിബിലിറ്റിക്കകത്ത് നമ്മളോട് റിട്ടേൺ ഡൗൺ വാല്യൂ ചോദിച്ചാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡും കൂടെ ഒന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്ത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ സി വൺ ക്വസ്റ്റ്യൻ. Calculate ARR when written down value method of depreciation is followed. That is the question. The average annual profit after tax of a 4-year life project is rupees 35,000. So look, it is given average annual profit. അല്ലെ,
ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ശരിക്കും നമ്മുടെ ന്യൂമറേറ്റർ അതല്ലേ, പിന്നീട് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ന്യൂമറേറ്റർ കണ്ടുപിടിക്കേണ്ട. അപ്പൊ നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിന് പ്രോബ്ലം ഒന്നുമില്ല. സോ വി ഗോട്ട് ദി numerator average annual profit after tax, and you can see it is a 4-year life project, and this 4 year is very important because the lifetime of that particular project is 4 years, and this profit they are earning is 35,000. Now you can see the initial investment of the project is 1 lakh, and the depreciation is to be charged on written down basis at 20%. നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് റിട്ടേൺ ഡൗൺ വാല്യൂലാണ്, ആൻഡ് ദ റേറ്റ് ഓഫ് ചാർജിങ് ഈസ് 20%, ആൻഡ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ARR. അപ്പൊ നമുക്ക് ARR കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. ARR കാൽക്കുലേഷൻ എങ്ങനെയാണ്? ദി ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിന് ചേഞ്ച് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ക്വസ്റ്റനിൽ ന്യൂമറേറ്റർ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 35,000 അല്ലെ. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? നമ്മുടെ ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് average investment. How the average investment can be calculated? Half of the opening investment plus closing investment. അപ്പൊ നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 4 വർഷമുണ്ട്. ഈ 4 വർഷത്തെയും അതിന്റെ ഓപ്പണിംഗ് വാല്യൂസും അതിന്റെ ക്ലോസിംഗ് വാല്യൂസും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ ഇതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂസ് ആണ്. അതായത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് ഈ പറയുന്ന പ്രൊജക്ടിന്റെ വാല്യൂസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ വി വിൽ ബി ഡ്രോയിങ് വൺ ടേബിൾ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് അവർ ആവറേജ് investment, because the main component of our denominator is opening investment and the closing investment. So here we need to find out the values of opening investment and closing investment. That is our target. അപ്പൊ നമുക്കുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെന്റും ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെന്റും ഈ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് 4 വർഷത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. Is it clear? So we'll be drawing one table. You can see the table. The table look like this. As we have 4 years, there will be 4-year columns. So you can see year 1, year 2, year 3, and year 4. And to write the values, we will be providing one column, that is our particular column. Clear? Now, first we will be writing what all informations are given in our question. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? We have an opening investment. What is the opening investment of this particular project? That is 1 lakh rupees. And we know depreciation will be charged under written down value basis at the rate 20%. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എത്രയാണ്? 20% ചാർജ് ചെയ്യുകയാണ്. അപ്പം 1 lakhന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20,000 അല്ലെ? 20,000. So 1 from the initial investment, if you deduct depreciation, you will get what? The closing investment. So which means from 1 lakh, if you deduct 20,000, you will arrive at 80,000. That is the closing year value. അല്ലെ? നമുക്ക് എല്ലാ വർഷവും എന്ത് ചെയ്യണം? We should charge depreciation. അപ്പൊ ഇയർ എൻഡിങ്ങിൽ എന്ത് ചെയ്യും? ആ പ്രൊജക്റ്റിന് ഒരു ക്ലോസിംഗ് വാല്യൂ ഉണ്ടാവും. ഈ ക്ലോസിംഗ് വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ഇയറിന്റെ ഓപ്പണിംഗ് വാല്യൂ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? ആൻഡ് അറ്റ് ദ ഇയർ എൻഡ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് 4 വർഷങ്ങളിലേതും എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ഈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ? സോ ദി ഓപ്പണിംഗ് വാല്യൂ പ്ലസ് ക്ലോസിംഗ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. 1 lakh plus 80,000, 1 lakh 80,000 divided by 2 becomes how much? 90,000. Clear ആണല്ലോ? 90,000. ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സെക്കൻഡ് ഇയറിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഈ ക്ലോസിംഗ് വാല്യൂ എത്രയാണ്? 80,000. ഈ ക്ലോസിംഗ് വാല്യൂ എന്തായിട്ട് മാറും? ഈ ക്ലോസിംഗ് വാല്യൂ ആയിരിക്കും നെക്സ്റ്റ് ഇയറിന്റെ ഓപ്പണിംഗ് വാല്യൂ. Now we can see, you can see this one. The closing value of this year becomes the opening value of next year. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ഇങ്ങനെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഇയറിന്റെ ഓപ്പണിംഗ് വാല്യൂ എത്രയാണ്? 80,000. ഇനി നമ്മൾ എന്തിനാ കാണേണ്ടത്? ഈ 80,000ൽ നമ്മൾ എന്ത് കാണണം? ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് 80,000 20%? So 8 into 2 is 16. So we can say that it is 16,000. അപ്പൊ 80,000ൽ നിന്ന് 16,000 ഡിഡക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 64,000. നമ്മൾ ഇതേ പാറ്റേണിൽ നമ്മൾ എല്ലാ ഇയറിലും 4 ഇയേഴ്സിൽ നമ്മൾ ചെയ്യണം. ഈ 64,000 ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ അല്ലേ? അപ്പൊ ഈ ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂന് എന്ത് സംഭവിക്കും? അത് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്,
അതുപോലെ നമുക്ക് ഇവിടെ ഒരു ക്ലോസിംഗും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കണം അല്ലെ. 80 പ്ലസ് 64,000 ഈസ് ഈക്വൽ ടു 1,44,000. 1,44,000ന്റെ പകുതി എത്രയാണ്? 1,44,000ന്റെ പകുതി എന്ന് പറയുന്നത് 144 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഗീവ്സ് യു 7 2s are 14 and 2 72,000. അപ്പൊ ആ 72,000 ആണ് നമ്മളിവിടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? 72,000. Now in third year you can see this 64,000 become the opening value of the third year. അത് നമ്മൾ എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ഇയറിലെ എൻഡിങ് വാല്യൂ ആണ് നെക്സ്റ്റ് വർഷത്തെ ഓപ്പണിംഗ് വാല്യൂ ആയിട്ട് വരുന്നത്. ആൻഡ് സെക്കൻഡ് ഇയറിലെ ക്ലോസിംഗ് വാല്യൂ ആണ് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് വാല്യൂ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ 64,000ന്റെ 20% ആയിരിക്കണം നമ്മൾ ഈ ഇയറിൽ കാണേണ്ടത്. കാരണം അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് what is the value which is written down, on that value we are calculating what the amount of depreciation. അപ്പോൾ 64,000ന്റെ 20% എത്രയായിരിക്കും? that is 12,800. അപ്പോൾ 64,000 minus 12,800 which gives us the value 51,200. 51,200. Then we can say we need to calculate എല്ലാ ഇയർ എൻഡിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മൾ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 64 പ്ലസ് 51,200. 64 പ്ലസ് 51,200 എത്രയായിരിക്കും? അത് ടോട്ടൽ ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ 2 നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? It becomes 57,600. So you can take 64,000 plus 51,200 which gives the value 1,21,200. 121,200 divided by 121 അല്ല, sorry, 4 plus 1 5, 115,200 കേട്ടോ. 115,200 divided by 2 അത് നമുക്ക് 57,600 കിട്ടും. ഇനി എന്ത് ചെയ്യും? ഈ 51,000 ക്ലോസിംഗ് വാല്യൂ നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് വാല്യൂ ആവും. ഇനി ഈ 51,000ന്റെ വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഫൈൻഡ് ഔട്ട് depreciation at 20% rate കേട്ടോ. 51,000 into 20% will give us value 10,240. So when you deduct the value you will get what? 40,960. So what we need to do? Again we should take the average. So the opening value plus the closing value divided by 2 which gives us the answer 46,080. So if you add 51,200 plus 40,960 and it should be divided by 2 which gives us 46,080. So 4 years we have calculated the average investment. So it is mandatory that every year as the values are changing you need to find out what? The average investment which is related to each and every year. That is compulsory. Now what we can do is we can find out the average. അപ്പോൾ നമ്മൾ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ വർഷത്തിലെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? ഫസ്റ്റ് ഇയറിൽ 90,000, സെക്കൻഡ് ഇയറിൽ 72,000, തേർഡ് ഇയറിൽ 57,600 ആൻഡ് ഫോർത്ത് ഇയറിൽ 46,080. അപ്പൊ ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, ദാറ്റ് ഈസ് 4. നമ്മളിന്റെ ടോട്ടൽ എടുത്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 66,420 കിട്ടും. നമ്മൾ പറഞ്ഞു നമ്മുടെ ന്യൂമറേറ്റർ ദാറ്റ് ഈസ് ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 35,000 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കണ്ടു എത്രയാണ്? 66,420 and that should be multiplied with 100. So you will get the answer as 52.69%. 52.69%. So this will be the ARR calculation when the values are calculated or depreciation is calculated under written down value method. So clear ആണല്ലോ? നമ്മൾ ബേസിക് സ്റ്റെപ്സ് ഓർത്തിരുന്നാൽ മതി. റിട്ടേൺ ഡൗൺ വാല്യൂവിൽ എല്ലാ വർഷവും വാല്യൂ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഓരോ വർഷത്തെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് റിട്ടേൺ ഡൗൺ വാല്യൂവിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റിമൈനിങ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഓരോ വർഷത്തെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദി ഫൈനൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ നമുക്ക് കിട്ടും.
അതിന് ശേഷം നമ്മൾ അത് നമ്മുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ARRലെ മെത്തേഡ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ARR ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. എനിക്കൊരു റിക്വസ്റ്റ് മാത്രം നിങ്ങളോട് ഉള്ളത്, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അത്രയും നമ്പർ ഓഫ് എല്ലാവരും തന്നെ കണ്ടിട്ടില്ല. അപ്പം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം കണ്ടവരിൽ പകുതി പേരും നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് ആ കാര്യങ്ങൾ പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, we move on to the last area in ARR, that is the merits and demerits of this particular method. As we have said in the traditional method, that is the first method, that is payback period method, is one of the major advantage of it is simple to calculate and easy to understand. The same can be also dealt with the ARR method also, because the calculations are comparatively simple and the observations can be easily understood and we can easily make out the conclusions. So we can say that it is easy to calculate and it is very comparatively simple to understand. Second one of the limitation of payback period is we will be only considered at what period of time the initial investment can be regained. But here we consider the entire stream of income. അപ്പോൾ അതിന്റെ entire ലൈഫിൽ അതിന്റെ എക്കണോമിക് ലൈഫിൽ മുഴുവൻ എത്രമാത്രം ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ARR കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ലൈഫ് ടൈമിൽ എക്കണോമിക് ലൈഫിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രോഫിറ്റിനെ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ARR മെത്തഡിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ആസ് ഇറ്റ് യൂസസ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിൽ ബി വെൽ ഇൻഫോംഡ്. അപ്പൊ നമുക്കറിയാം ബിസിനസ്സിന് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ബിസിനസ്സിനെ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിലൂടെ കാണുന്നവർക്ക് അതിന്റെ ബാലൻസ് ഷീറ്റും അതിന്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ മറ്റേ മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എന്താണ്, ക്യാഷ് ഫ്ലോ മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് പഠിക്കുന്നുള്ളൂ. അപ്പൊ ചിലപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ അവർക്ക് അറിവുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഒരു ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നോക്കാനും അനലൈസ് ചെയ്യാനോ ഒക്കെ ആർക്ക് പറ്റും, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പറ്റും. So which means the stakeholders can use this method for evaluating different projects or for evaluating your asset, because it uses what, the accounting information. So these are the basic three merits of our ARR method. Clear? Now we move to the demerits of ARR method, and the first and most important thing is it does not consider the time value of money. So time value of money means the benefits received earlier and the benefits received later are considered alike. But we cannot say that the benefits which are received now, listen, the benefits which we are received now will have a greater value than the benefits which are received in a later period. അല്ലേ, നമുക്ക് ഇപ്പൊ കിട്ടുന്ന വാല്യൂനാണ് കൂടുതൽ മൂല്യമുള്ളത് than compared with any value which we will receive in a future date. So that concept is not taken into consideration while we calculate the ARR method. So generally we can say that the time value of money is not at all considered. And second one, it ignores the cash flow element, because here we are concerned only with what, the accounting information. The inflow or outflow is not considered, even though that also forms an element of the accounting information. The basic element is we are not concerned about the cash flow relating to the project. Next one, it emphasizes only on the profitability. അല്ലെ, ബിസിനസ് ഇത് എത്രമാത്രം നമ്മളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള കാൽക്കുലേഷൻ ആണ് നമ്മൾ എവിടെ എടുക്കുന്നത്, ARR മെത്തേഡിൽ എടുക്കുന്നത്. പക്ഷേ ആ ബിസിനസ് ചെയ്യുമ്പം അതിൻ്റെ അകത്തുള്ള റിസ്കുകൾ ഉണ്ടാകാറുണ്ട്. ആ റിസ്ക് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ARR മെത്തേഡിലോ ട്രഡീഷണൽ മെത്തേഡ്സിലോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. Next one, it is not suitable for unconventional projects. What do you mean by unconventional project? The project which need regular investment throughout its life. അല്ലെ, ബിസിനസ്സിന് പിന്നീടും ആവശ്യങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് വീണ്ടും ചിലപ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രൊജക്ടുകൾ ഏത് മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നില്ല, ARRൽ കൺസിഡർ ചെയ്യുന്നില്ല. കൂടുതലും ഏത് മെത്തേഡാണ് ARRൽ അഡോപ്റ്റ് ചെയ്യുന്നത്, കൺവെൻഷണൽ പ്രൊജക്റ്റിനാണ് ARR മെത്തേഡ് കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്നത്.
Clear? And it is not suitable for projects which is having different lifespan. അല്ലേ? കാരണം ലൈഫ് സ്പാൻ കൂടുന്നതനുസരിച്ച് ചിലപ്പം എന്ത് കുറയാൻ സാധ്യതയുണ്ട്, ഈ പറയുന്ന ARR കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഈക്വൽ സെയിം ലൈഫ് സ്പാൻ ഉള്ള എക്കണോമിക് ലൈഫ് ഉള്ള പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. കാരണം ഒരെണ്ണത്തിന്റെ എക്കണോമിക് ലൈഫ് 5 ഇയറും മറ്റൊന്നിന്റെ എക്കണോമിക് ലൈഫ് 10 ഇയറും ആണെങ്കിൽ നമുക്ക് ARR വാല്യൂ മാത്രമേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്, ഹയസ്റ്റ് ARR ഉള്ളത് ചൂസ് ചെയ്തോളാനാണ്. അല്ലാതെ എക്കണോമിക് ലൈഫ് അവിടെ നോക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഹയസ്റ്റ് ARR ചിലപ്പോൾ ഏറ്റവും കുറവ് എക്കണോമിക് ലൈഫ് ഉള്ളതിനായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പം അതിനെ ഒരു കൺസിഡർ ചെയ്യാത്ത ഒരു എലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, ARR മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ് ദി റേറ്റ് ഓഫ് റിട്ടേൺ. അല്ലെ, ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ കൃത്യമായിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ റിട്ടേൺ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാരണം ഇൻവെസ്റ്റർ പ്രിഫറൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതനുസരിച്ച് ഇൻവെസ്റ്ററിന്റെ പ്രിഫറൻസ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് റേറ്റ് ഡിസൈഡ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കില്ല, ഈ മെത്തേഡിലൂടെ പോസിബിൾ അല്ല. ആൻഡ് ലാസ്റ്റ് വൺ, ദി പ്രോഫിറ്റ് റിസീവ്ഡ് ഇൻ ഏർലിയർ ഇയേഴ്സ് ക്യാൻ ബി റീഇൻവെസ്റ്റഡ്. അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒരു എക്കണോമിക് ലൈഫ് 5 വർഷത്തേക്കാണെങ്കിൽ ആദ്യം കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യുമെന്നൊന്നും നമ്മൾ ഈ ARR മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺ ഉണ്ട്, അതും നമ്മളുടെ എവിടെ കയറി പോകും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കയറി പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അതും പ്രോഫിറ്റ് ആയിട്ട് വരും. അത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് അല്ല, നമ്മൾ ബിസിനസിന്റെ അതർ ദാൻ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. അങ്ങനത്തെ പ്രോഫിറ്റ് നമ്മൾ അക്കൗണ്ടിങ് മെത്തേഡിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഈ മെത്തേഡിന്റെ ഒരു പോർഷൻ ആയിട്ട് വരുന്നില്ല. അപ്പൊ ഇത്രയാണ് എന്തിന്റെ പറയുന്നത്, ARR മെത്തേഡിന്റെ ലിമിറ്റേഷൻ. So I think this is a justifiable description relating to ARR. So we have completed the different methods and different angles of calculating our ARR. So our two traditional methods are over, our payback period method and the accounting rate of return methods are over. Now next we will be moving on to the discounted cash flow method, or some limitations of the traditional methods are overcome in the second type of method. So that we will see in the next video. Okay, thank you.